ടേസ്റ്റ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരളീയർക്ക് ഏറെ ഇഷ്ടമാണല്ലോ മത്സ്യവിഭവങ്ങൾ. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് കൂന്തൽ. ആ കൂന്തൽ നമുക്കിന്ന് റോസ്റ്റ് ചെയ്താലോ? ആദ്യം തന്നെ പറയട്ടെ, ഈ കൂന്തൽ തൈറോയിഡും ഗോയിറ്ററും പിന്നെ കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർ ഡോക്ടറോട് ചോദിച്ചതിന് മാത്രമേ ഇത് കഴിക്കാവുള്ളൂ കേട്ടോ. ഈ കൂന്തലിനകത്ത് ഹൈ പ്രോട്ടീനാണ്. 100 ഗ്രാം കൂന്തലിനകത്ത് ഏകദേശം 18 ഗ്രാമോളം പ്രോട്ടീനാണെന്നാണ് പറയുന്നത്. അതുപോലെ ഇതിനകത്ത് മഗ്നീഷ്യവും സിങ്കും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് രക്തക്കുറവും അനീമിയ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ നല്ലതാണ്. പലരുടെ ഒരു പ്രശ്നമാണ് ഇത് വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെയായി പോകുന്നത്. അത് നല്ല സോഫ്റ്റായിട്ട് വേകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്നും ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ. ഇത് ശരിക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നില്ലേ. അത് നേരെ കളണ്ട. അതിനകത്തൊരു ഫൈബർ പോലത്തെ സാധനം ഉണ്ട്, അത് വലിച്ച് കളയണം മെയിനായിട്ട്. പിന്നെ അതിനുള്ളിൽ വേസ്റ്റ് എടുത്ത് കളയണം. അതിനുള്ളിൽ ഒരു സാധനം ഞാൻ എടുക്കാറില്ല. എന്നിട്ട് നല്ലതായിട്ട് പിന്നെ ചെറുതായിട്ട് റൗണ്ടായിട്ട് മുറിച്ചെടുക്കുക. ഇതിന് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2 വലിയ തക്കാളി, 2 വലിയ സവോള, കുറച്ച് കരിയാപ്പില, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളകും, പിന്നെ ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടിയും, അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 3/4 സ്പൂൺ മുളക് പൊടിയും, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും വേണം. നമ്മുടെ ചട്ടി ചൂടായി വന്നപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കേട്ടോ. ഓയിലൊന്നും കൊള്ളൂല, വെളിച്ചെണ്ണയ്ക്കകത്ത് വെക്കുന്നത് നല്ലത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇച്ചിരി കടുകിട്ടു, വെളുത്തുള്ളിയും ഇഞ്ചിയും അത് രണ്ടും വഴന്ന് വന്നപ്പോൾ തന്നെ 2 പച്ചമുളക് മുറിച്ച് വെച്ചിരുന്നു കൂടെ എടുത്ത് വഴറ്റി. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വാട്ടി കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് കനം കുറഞ്ഞരിഞ്ഞ് വെച്ചേക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോളയ്ക്കകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, അത് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. സവോള ഏകദേശം വഴന്ന് കളഞ്ഞപ്പോൾ നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു 3/4 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നു. ഈ പൊടികളൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന 2 തക്കാളി അത് അതിനകത്ത് ഇട്ട് കൊടുക്കണേ. ഈ തക്കാളി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് നല്ല പുളിമയം ഉണ്ടാവും, പിന്നെ നന്നായിട്ട് ഗ്രേവിയായി കിട്ടും. അതുപോലെ തന്നെ തക്കാളി ഇത് അരച്ചിട്ട് പേസ്റ്റ് പോലെ ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ അതിനേക്കാളും വെച്ച് നോക്കുമ്പോൾ നല്ലത് ഇങ്ങനെ നമ്മൾ കഷ്ണം മുറിച്ചിട്ടിട്ട് ഒന്ന് റോസ്റ്റിന് ഏറ്റവും നല്ലത് അതാണ്. മറ്റേത് തീരെ ഗ്രേവി ലൂസായി പോകുന്നുണ്ട്. ഇത് നല്ല അടിപൊളി നല്ല ടേസ്റ്റിലുള്ള നമുക്ക് തൊട്ട് കൂട്ടാൻ ചപ്പാത്തിക്കും ഒക്കെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും ഒക്കെ ഏറ്റവും നല്ല കോമ്പിനേഷനാണേ. തക്കാളി കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മളതൊന്ന് കുറച്ച് സമയം മൂടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂന്തൽ അതിനകത്തേക്ക് വാരിയിട്ട് കൊടുക്കാം. അതിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ ഇച്ചിരി കൂടെയൊക്കെ ചേർത്ത് തട്ടിപ്പൊത്തി കുറച്ച് കരിയാപ്പിലയൊക്കെ ഒന്നും കൂടെ വീണ്ടും ഇട്ടിട്ട് വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 3-4 സ്പൂണോളം പച്ചവെള്ളം കൂടെ നമുക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം. നമ്മൾ ഈ തക്കാളി ചേർത്തത് കൊണ്ട് തന്നെ വേറെ പുളി ചേർക്കണമെന്നില്ല. പക്ഷേ ഞാൻ നോക്കുമ്പോൾ പുളി കുറവായതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം കുടംപുളി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതതിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് നിറങ്ങിക്കോളും നേരം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് വേണം വേവിക്കാൻ. തീ കൂട്ടി വെച്ചിട്ട് വേവിച്ചാൽ നമ്മുടെ കണവ പെട്ടെന്ന് വേഗം കുക്കാകും. അത് പിന്നെ റബ്ബർ പോലെ ആകുകയില്ല കേട്ടോ. കണവയ്ക്ക് സാധാരണ മത്സ്യങ്ങളുടെ അത്ര വേവില്ല. മെയിനായിട്ട് അത് ചെറിയ തൊലി പോലെയല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് വേഗം. കൂടുതൽ സമയം തീ കുറച്ച് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഈ കണവ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് റബ്ബർ പോലെ ഇരിക്കും. ഇത് നമുക്ക് പെട്ടെന്ന് വാങ്ങാം. ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് കൊണ്ട് കറി റെഡിയാകും കണവ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു, കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. അത് രണ്ടും കൂടി ചേരുമ്പോൾ ഇത് നല്ലൊരു വേറൊരു ടേസ്റ്റും ഒരു ഫ്ലേവറൊക്കെയാണ്. കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അങ്ങനെ നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു ഗ്രേവി വേണം, അല്ലാണ്ട് വെറും ടൈറ്റായിട്ടിരുന്നാൽ നമുക്ക് ഒന്നിനും കൊള്ളിത് ഇച്ചിരി കഴിയുമ്പം കുറുകാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇതല്പം തേങ്ങാപ്പാലും കൂടിയൊക്കെ ചേർത്ത് ലൂസാക്കി കറിയായിട്ട് ഉപയോഗിക്കാം. എനിക്ക് പക്ഷേ എല്ലാ രീതി വെച്ചാലും ഏറ്റവും ഇഷ്ടം ഈ റോസ്റ്റാണ്. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ കുറേ എണ്ണയൊക്കെ ചെല്ലും, അതിനേക്കാളും നല്ലത് ഹെൽത്തിയാണ് കൂടുതലായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമ്മുടെ ടേസ്റ്റ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ ഇനിയും പിന്നെയും കാണാം. വീഡിയോ കാണുന്നവർ ലൈക്ക് ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ.